നമസ്കാരം. ആശാ ഷോട്ട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. ബിസ്ക്കറ്റ് മണമുള്ള റെയിൽവേ സ്റ്റേഷൻ. ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നതിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. ശരിക്കുള്ള ക്യാപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ബിസ്ക്കറ്റ് മണമുള്ള റെയിൽവേ സ്റ്റേഷൻ. ഇന്നത്തെ വിശേഷം അതിനെപ്പറ്റിയാണ്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ വന്ന് നിന്ന് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ പെട്ടെന്ന് ആക്റ്റീവാകും. ട്രെയിനിൽ കയറാനുള്ള ആൾക്കാരുടെ തിരക്ക്, പെട്ടിയും ബാഗും എല്ലാം എടുത്ത് കയറാനുള്ള ആൾക്കാർ ഓടിത്തിരക്കി വരുന്നു. ട്രെയിനിൽ നിന്ന് ഇറങ്ങാനുള്ള യാത്രക്കാർ അതിനായിട്ടുള്ള തയ്യാറെടുപ്പുമായി വാതിക്കൽ നിൽക്കുന്നു. ട്രെയിൻ വന്ന് നിൽക്കാൻ തുടങ്ങുന്നതോടെ റെയിൽവേ സ്റ്റേഷൻ ബഹളമയമാകും. ഏറ്റവും ആദ്യം ഓടി വരിക ചായ കോഫി ചായേ എന്ന് വിളിച്ചുള്ള ചായ കോഫി കച്ചവടക്കാരാണ്. അവർ ട്രെയിൻ നിൽക്കുന്നതിന് മുന്നേ തന്നെ കമ്പാർട്ട്മെൻറ്റിനുള്ളിൽ കയറി പിടിച്ചു കാണും. അതിൻ്റെ പുറകെ വരുന്നു ഇഡ്ഡലി വടൈ അങ്ങനെ ഒരു കൂട്ടർ അതിൻ്റെ പുറകെ വരുന്നു ട്രെയിനിൽ കയറുവാനായി. ഇതോടൊപ്പം തന്നെ സമ്മർ സീസൺ ആണെങ്കിൽ, ചൂടുള്ള സീസൺ ആണെങ്കിൽ കൂടെ വരും പഴങ്ങളെല്ലാം. പേരയ്ക്കായി, മാങ്ങ ആയി, പൈനാപ്പിളായി, അങ്ങനെ കേല അങ്ങനെ പറഞ്ഞിട്ട് വാഴപ്പഴമായി, അങ്ങനെ പഴക്കച്ചവടക്കാരുടെ ഒരു സെറ്റ് വരും. ഇങ്ങനെ എല്ലാ ആൾക്കാരുടെയും ഒരു ബഹളമായിരിക്കും ഒരു ട്രെയിൻ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ. ബഹളം മാത്രമല്ല, ഇതോടൊപ്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ മണത്തിന് വ്യത്യാസമുണ്ടാകും. ഓരോ ഭക്ഷണ പദാർത്ഥത്തിനും ഒരു മണമുണ്ട്, കൊതിപ്പിക്കുന്ന മണം. ഭക്ഷണ പദാർത്ഥത്തിൻ്റെ മണത്തിന് നമ്മൾക്ക് സുഗന്ധം എന്ന് പറയാൻ പറ്റില്ല. കാരണം റോസാപ്പൂവിന് സുഗന്ധമുണ്ട് എന്ന് പറയാം, മുല്ലപ്പൂവിനും സുഗന്ധമാണ് എന്ന് പറയാം. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് സുഗന്ധം എന്ന് പറയാറില്ല. അതിന് നമ്മൾ കൊതിപ്പിക്കുന്ന മണം എന്ന് പറയും. കൊതിപ്പിക്കുന്ന മണം എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണ പദാർത്ഥം കഴിക്കുവാൻ നമ്മൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാകും അതിൻ്റെ മണം അറിഞ്ഞു കഴിയുമ്പോൾ. അതാണ് കൊതിപ്പിക്കുന്ന മണം എന്ന് പറയുന്നത്. ചായക്കൊരു മണം, കോഫിക്ക് വേറൊരു മണം. അതുപോലെ തന്നെ പലഹാരം ഉണ്ടാക്കുന്ന രീതി അനുസരിച്ച് അതിൻ്റെ മണത്തിൽ വ്യത്യാസം വരും. ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ഇഡലിയുടെ മണമല്ല എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന വടയുടെ മണം. ബിരിയാണി വേറെ വരും. ബിരിയാണി എന്ന് പറയുന്നത് ബേക്ക് ചെയ്തെടുക്കുന്ന സാധനമാണ്, അതിന് വേറൊരു മണമാണ്. എന്തായാലും ഈ പലതരം പലഹാരങ്ങളും ചായയും കാപ്പിയും പഴങ്ങളും എല്ലാം കൂടെ വരുമ്പോൾ റെയിൽവേ സ്റ്റേഷന് ഒരു പ്രത്യേകതരം മണമായിരിക്കും ഉണ്ടാകുക. ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഒരു മണം. അത് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഒരുപോലൊക്കെ തന്നെയാണ്. ഈ വക ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഈ റെയിൽവേ സ്റ്റേഷനിലെല്ലാം കിട്ടുക. എന്നാൽ ഇവിടെ വീഡിയോയുടെ ക്യാപ്ഷനിൽ പറഞ്ഞതുപോലെ ബിസ്ക്കറ്റിൻ്റെ മണമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. ആ റെയിൽവേ സ്റ്റേഷൻ മുംബൈയിലാണ്. മുംബൈയിലെ ഒരു റെയിൽവേ സ്റ്റേഷന് ഇന്ത്യയിലെ പ്രശസ്തമായ ഒരു ബിസ്ക്കറ്റിൻ്റെ പേരാണ് പാർലെ ജി ബിസ്ക്കറ്റ്. പാർലെ ബിസ്ക്കറ്റ് ഇന്ത്യയിലെ പ്രശസ്തമായ ബിസ്ക്കറ്റാണ്. അതിൽ തന്നെ ഏറ്റവും പ്രസിദ്ധവും കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ കഴിക്കുന്നതുമായ ബിസ്ക്കറ്റാണ് പാർലെ ജി ബിസ്ക്കറ്റ്, ഗ്ലൂക്കോസ് ബിസ്ക്കറ്റ്. ഒരു കുഞ്ഞ് പെൺകുട്ടിയുടെ മുഖചിത്രവുമായി വരുന്ന ഈ ബിസ്ക്കറ്റ് ലോക പ്രശസ്തമാണ്. അത് ഗ്ലൂക്കോസ് ബിസ്ക്കറ്റ് ആയതിനാൽ തന്നെ പ്രായമായവരും ധാരാളമായി കഴിക്കാറുണ്ട്. ഗ്ലൂക്കോസും പഞ്ചസാരയും അതോടൊപ്പം തന്നെ മൈദാമാവും ബട്ടറും പാലും എല്ലാം ചേർത്ത് ഇളക്കിയ മിശ്രിതം പ്രത്യേക രീതിയിൽ പ്രത്യേക ടെമ്പറേച്ചറിൽ ബേക്ക് ചെയ്തെടുക്കുന്ന വിഭവമാണ് ഈ ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റുകളെല്ലാം തന്നെ ബേക്കറി ഐറ്റംസ് ആണ്, ബേക്ക് ചെയ്ത് എടുക്കുന്നവയാണ്. ബേക്ക് ചെയ്തെടുക്കുന്ന
വിഭവങ്ങൾക്ക് ഒരു പ്രത്യേകമായ മണമാണ്. പാർലെ-ജി ബിസ്ക്കറ്റിന് പ്രത്യേകമായും അതിൻ്റെ ഒരു കറക്റ്റ് ടെമ്പറേച്ചറിൽ അതിന് നല്ല മൊരിപ്പ് വരുന്ന ഒരു ടെമ്പറേച്ചർ വരെ ബേക്ക് ചെയ്യുമ്പോൾ ആ മൊരിഞ്ഞ ഒരു മണം അതൊരു പ്രത്യേകതരം മണമാണ്. ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ ഇൻഗ്രീഡിയൻസായ ബിസ്ക്കറ്റിൻ്റെ ഇൻഗ്രീഡിയൻസായ ബട്ടറും ഗ്ലൂക്കോസും പഞ്ചസാരയും എല്ലാം കൂടെ ചേർന്ന് മൊരിഞ്ഞു വരുന്ന ഒരു മണം അതൊരു കൊതിപ്പിക്കുന്ന മണമാണ്. അതിനാൽ തന്നെയാകും ഈ ബിസ്ക്കറ്റ് ഇതുപോലെ പ്രശസ്തമായത്. ഈ ബിസ്ക്കറ്റിൻ്റെ പേരിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് മുംബൈയിലെ വിലെ പാർലെ സ്റ്റേഷൻ. വിലെ പാർലെ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് ബിസ്ക്കറ്റ് ഫാക്ടറി. അവിടെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ബിസ്ക്കറ്റിൻ്റെ മണമാണ് വിലെ പാർലെ സ്റ്റേഷന്. ഈ സ്റ്റേഷൻ്റെ ഈ മണം മനസ്സിലാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എല്ലാ സ്റ്റേഷനുകളിലും സ്റ്റേഷൻ അടുക്കുന്നതിന് മുന്നേ തന്നെ ട്രെയിനിൽ അറിയിപ്പുണ്ടാകും അടുത്ത സ്റ്റേഷൻ ഇന്നതാണ് വരുന്നത്. എന്നാൽ വിലെ പാർലെ സ്റ്റേഷന് അവിടെ അടുക്കുമ്പോൾ തന്നെ ട്രെയിന് അതിൻ്റെ ഔട്ടറിലെത്തി എന്ന് നമ്മൾ പറയും. സ്റ്റേഷൻ്റെ പുറംഭാഗത്ത് എത്തുമ്പോൾ തന്നെ അത് നമ്മൾക്ക് മനസ്സിലാകും വിലെ പാർലെ സ്റ്റേഷനാണ് എന്ന്. കാരണം ഈ പാർലെ ബിസ്ക്കറ്റിൻ്റെ മണമാണ് ആദ്യം വരിക. അതിനാൽ തന്നെ ട്രെയിനിലെ അനൗൺസ്മെൻറ്റ് ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. വരുന്നത് വിലെ പാർലെ സ്റ്റേഷനാണ് എന്ന് മനസ്സിലാവും. പാർലെ-ജി ബിസ്ക്കറ്റിൻ്റെ മണത്തോടു കൂടിയ സ്റ്റേഷൻ അതാണ് വിലെ പാർലെ സ്റ്റേഷൻ. അങ്ങനെയുള്ള സ്റ്റേഷൻ എല്ലാവർക്കും വളരെയേറെ അഭിമാനകരമാണ്. ഇന്ത്യയുടെ പ്രശസ്തമായ ഈ ബിസ്ക്കറ്റിൻ്റെ പേരിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യയിൽ തന്നെ ഉണ്ട് എന്നത്. വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി. നമസ്കാരം.